കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ പരിഷ്കരിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം ഹോസ്ദുർഗ് ബ്രദേഴ്സ് ബിൽഡിംഗിൽ നടന്നു. DCC പ്രസിഡന്റ് PK ഫൈസൽ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ ഓഫീസ് മാറട്ടെ എന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം, ഇന്നിപ്പോൾ കേരളത്തെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിൽ മുമ്പോട്ട് പോകുന്നൊരു കാലഘട്ടമാണ്. കാരണം കഴിഞ്ഞ 10 വർഷക്കാലം അഴിമതി മാത്രം മുഖമുദ്രയാക്കി മുമ്പോട്ട് പോയ പിണറായി സർക്കാരിനെ താഴെ ഇറക്കിക്കൊണ്ട് 102ഓളം സീറ്റുകൾ നേടി മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അവരുടെ നേതൃത്വത്തിലുള്ള UDF ഗവൺമെൻറ് അധികാരത്തിലേറിയതിനു ശേഷം തെരഞ്ഞെടുപ്പ് വേളയിൽ പറഞ്ഞ എല്ലാ വാഗ്ദാനങ്ങളും ജനങ്ങൾക്ക് നിറവേറ്റി മുമ്പോട്ട് പോകുന്ന ഒരു അന്തരീക്ഷത്തിലാണ് നാം എല്ലാവരും ഇപ്പോൾ ഉള്ളത്. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, KSSPയെ കുറിച്ച് പറയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ പെൻഷൻ മേഖലയിലെ ജീവനക്കാരെ കുറിച്ച് പറയുമ്പോൾ, കഴിഞ്ഞ 10 വർഷക്കാലം കേരളം ഭരിച്ച പിണറായി സർക്കാർ പെൻഷൻ മേഖലയിലുള്ള പെൻഷൻ പറ്റിയ ജീവനക്കാരെ പോലും അവഗണിച്ച് അവരുടെ ആനുകൂല്യങ്ങൾ നിഷേധിച്ച് മുമ്പോട്ട് പോയ ഒരു ഗവൺമെൻറ് ആയിരുന്നു. ഒരാനുകൂല്യങ്ങളും കൊടുക്കാതെ ആനുകൂല്യങ്ങൾ തടഞ്ഞു വെച്ചുകൊണ്ട് മുമ്പോട്ട് പോയ സർക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ എല്ലാ ജനങ്ങളും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി 10 വർഷക്കാലം സർവീസിലുള്ള റിട്ടയർ ചെയ്ത ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ നിഷേധിച്ച, അതുപോലെ തന്നെ സർവീസിലുള്ള ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ നിഷേധിച്ച, കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളെ വഞ്ചിച്ച ഈ സർക്കാരിനെ താഴെ ഇറക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പോരാട്ടം നടത്തുകയും KSSPA ജില്ലാ പ്രസിഡന്റ് MK ദിവാകരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി KP ബാലകൃഷ്ണൻ, ജില്ലാ ട്രഷറർ ചന്ദ്രൻ നാലപ്പാടം എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PV സുരേഷ്, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PV ചന്ദ്രശേഖരൻ, KSSPA സംസ്ഥാന സെക്രട്ടറി PC സുരേന്ദ്രൻ നായർ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം C രത്നാകരൻ, TK എവുജിൻ, KSSPA വനിതാ ഫോറം സംസ്ഥാന പ്രസിഡന്റ് K സരോജിനി, സംസ്ഥാന കമ്മിറ്റി അംഗം P ദാമോദരൻ നമ്പ്യാർ, KM വിജയൻ, KSSPA വനിതാ ഫോറം ജില്ലാ പ്രസിഡന്റ് VV ജയലക്ഷ്മി, NK ജില്ലാ കൺവീനർ സരണി ബാബുരാജ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ജില്ലാ സെക്രട്ടറി KP ബാലകൃഷ്ണൻ സ്വാഗതവും ജില്ലാ ട്രഷറർ ചന്ദ്രൻ നാലപ്പാടം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.